പരസ്പരം ഇഷ്ടപ്പെട്ടാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഒരുമിച്ച് ജീവിക്കുക. അതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു കുടുംബമായിട്ട്. പക്ഷേ ഇവിടെ നടന്നത് വന്നിട്ട് അങ്ങ് പൂനെയിലാണ്. എല്ലാ ആഡംബരങ്ങളോടും വിവാഹത്തിന് ഒരു വേദി ഒരുങ്ങി. പക്ഷെ അവിടെ നടന്നത് ഒരു പെൺകുട്ടി ആ യുവാവിന് ചെയ്ത ഒരു ക്രൂരതയാണ് നമ്മളിവിടെ കാണുന്നത്. ലോകമെമ്പാടും ആൾക്കാർ ആ പയ്യൻ അനുഭവിച്ച ആ വേദന ആ പെൺകുട്ടിയും തിരിച്ചനുഭവിക്കുന്നു. അത് നീതിപീഠം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ വൻ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതി സിയ ഗോയൽ ഡാർക്ക് വെബ് ഉപയോഗിച്ചിരുന്നു, നിയമവിദഗ്ധരുമായി സംസാരിച്ചിരുന്നു എന്നും സൂചനയുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഈ കൊലപാതകത്തിന്റെ ഒരു ഭീകരത എത്രത്തോളമായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ പ്രതികൾ നടത്തിയ ആസൂത്രണം എത്രത്തോളം വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ എന്ന് തന്നെ പറയാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിയ ഗോയൽ ഈ കൊലപാതകം നടത്തും മുൻപ് തന്നെ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ നിന്ന് സിയ ഗോയൽ തേടിയിരുന്നത്. മാത്രവുമല്ല നിയമവിദഗ്ധരുമായും സിയ ഗോയൽ സംസാരിച്ചിരുന്നു എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. രക്ഷപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഈ തുക കാമുകനായ ചേതൻ യാദവിന് നൽകുകയും ചെയ്തു. ഈ തുക കൊണ്ട് ഉപരി ഭാവി സുരക്ഷിതമാക്കാനും ചേതൻ ഉപയോഗിക്കാനാണ് സിയ നിർദ്ദേശിച്ചിരുന്നത്. ഈ പണം തന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യവസായി കൂടിയായിട്ടുള്ള കേതൻ അഗർവാളിൽ നിന്ന് ഈ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പണം ഈ പ്രതികൾ ഈ രീതിയിൽ ഉപയോഗിച്ചു എന്നുകൂടി ഇപ്പോൾ